ഹായ് എവ്രി വൺ. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് കുറച്ച് ഡേറ്റാസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ ഞാനിങ്ങനെ പറയാറുള്ളൂ. ബിക്കോസ് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിൽ നമ്മളെങ്ങനെ ഒരു ട്രേഡറിന് എഡ്ജ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളൂ. ഒരുപാട് ന്യൂസിനെ കുറിച്ചിട്ട് ഒരുപാട് സംസാരിക്കുന്ന ഒരുപാട് ചാനൽസ് അല്ലെങ്കിൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സ് ഓൾറെഡി പുറത്തുണ്ട്. സോ ഒരാൾക്ക് റിയൽ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ അവിടെ അയാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഡേറ്റ എനിക്ക് എല്ലാ ദിവസവും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഒന്നോ രണ്ടോ ന്യൂസിനെ കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ പറയുന്ന ഒരുപാട് ന്യൂസസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം ഞാൻ പറയുന്നുള്ളൂ. അതായത് നമ്മുടെ US ഷട്ട് ഡൗൺ ആയിരുന്നു, 41 ദിവസമായെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ഏറ്റവും ലോങ്ങസ്റ്റ് ആണ് എന്നുള്ളതൊക്കെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് വലിയ കഥ പറയണം എന്നുള്ളതുണ്ട്. പക്ഷെ അത് അത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലത്തെ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്ട് പെട്ടെന്ന് ആ പോയിന്റ് മാത്രം പറഞ്ഞ് അടുത്ത കാര്യത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് വീഡിയോ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അത് കേട്ട് അതിൻ്റെ ബാക്കി കഥ കേട്ടിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സോ ഇപ്പോൾ ഞാൻ വീണ്ടും 1 മിനിറ്റ് അതിന് എക്സ്ട്രാ എടുത്തു. ബിക്കോസ് ഇനി ഒരു എല്ലാ ദിവസങ്ങളിലെയും 1 മിനിറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 1 മിനിറ്റ് ഞാൻ എക്സ്ട്രാ എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഞാൻ പറയുമ്പോൾ സ്റ്റോറീസ് കുറവായിരിക്കും, അതിൽ കഥകളോ ഇല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ഡേറ്റാസോ നിഫ്റ്റിയെ കുറിച്ചിട്ട് വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഡയലോഗ്സോ അവിടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ US മാർക്കറ്റ് US ഗവൺമെൻറ് ഷട്ട് ഡൗണിൽ പോയിരിക്കുകയാണ്. ഷട്ട് ഡൗണ് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേക്ക് അവേ. അത് നടന്നു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു ഗ്ലോബൽ ഡേറ്റയ്ക്ക് നല്ലൊരു സപ്പോർട്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ നോക്കിയാൽ അവരും തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിലും FIIs ബൈ ചെയ്യാനുള്ള സാധ്യത കയറി വരുന്നുണ്ട്. സോ ലാസ്റ്റ് വീക്കിലൊരു ലാസ്റ്റ് ഡേ FII ബയ്യർ ആയിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നോക്കണം ബയ്യർ ആണോ എന്നുള്ളത്. എങ്കിൽ നമ്മൾ ഈ ഹോൾഡ് ചെയ്തിരിക്കുന്ന SBI ബാക്കിയുള്ള സ്റ്റോക്സ് ഇതൊക്കെ നമ്മൾ വീണ്ടും അത് ഹോൾഡ് ചെയ്യേണ്ടി വരും ഇനിയും കൂടുതലായിട്ട്. അപ്പോൾ ഞാൻ റിലയൻസ് HDFC ബാങ്കിനേക്കാളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന 2 സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒന്ന് ICICI ബാങ്ക്, രണ്ടാമത്തെ SBI. അപ്പോൾ ഇത് രണ്ടിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ളത് നമ്മുടെ മിഡ് ക്യാപ്പിലേക്കും നമ്മുടെ നിഫ്റ്റി 50യിലെ ബാക്കി സെക്ടറിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഒരു 25,600 മേളിൽ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു സെറ്റ് ഓഫ് സ്വിംഗ് സ്റ്റോക്സ് ഞാൻ പറയുന്നുണ്ടാവും. 2 കണ്ടീഷൻസാണുള്ളത്. ഒന്ന്, 25,600 മേളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുക. രണ്ടാമത്, ഇന്നത്തെ ദിവസം FII ബയ്യർ ആയിരിക്കുക. ഈ 2 ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച, നാളെ ഞാൻ ഇല്ലെങ്കിൽ ബുധനാഴ്ച ആണെങ്കിലും കുഴപ്പമില്ല, അടുത്ത സ്വിംഗ് സെറ്റ്സ് ഞാൻ അവിടെ ഇടുന്നുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ഇപ്രാവശ്യം ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ തൊട്ടിട്ട് ഞാൻ ഏതൊക്കെ സ്റ്റോക്ക് പറയുന്നുണ്ടോ അതിൽ അറ്റ്ലീസ്റ്റ് 3 സ്റ്റോക്ക് പറയുന്നുണ്ടെങ്കിൽ അതിൽ 2 സ്റ്റോക്ക്, 4ആണെങ്കിൽ 2ഓ 3ഓ സ്റ്റോക്കിനകത്ത് ഞാൻ കൃത്യമായിട്ട് അതിനകത്ത് പൊസിഷൻ എടുക്കുന്നുണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാകും. ഇതിൽ ഒരു കണ്ടീഷൻ ആദ്യം മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് സ്റ്റോക്സ് എടുക്കാം. ഒന്ന്, ഹൈ മൊമെൻറ്റം സ്റ്റോക്സ് എടുക്കാം. 2, മീഡിയം മൊമെൻറ്റം സ്റ്റോക്സ് എടുക്കാം. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുക ലാർജ് ക്യാപ്പ് ഓർ മിഡ് ക്യാപ്പിൽ ഏറ്റവും ടോപ്പിലുള്ള മീഡിയം മൊമെൻറ്റം സ്റ്റോക്സ് ആയിരിക്കും. നമുക്ക് ലാഭം കിട്ടുന്നത് ചിലപ്പോൾ 1-2 ആഴ്ചകൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ലാഭം കിട്ടുക. പക്ഷെ അത് കയറിയാലും 2% വെച്ചിട്ടായിരിക്കും കയറുക, ഇറങ്ങിയാലും 2% ആയിരിക്കും. സോ ദാറ്റ് നമ്മുടെ SL നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മുടെ P&L താഴേക്ക് പോകുന്നത് നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാം എന്നിങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ മൊമെൻറ്റം. നമ്മൾ എടുത്ത ആ ട്രേഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 5% അടിക്കുന്നുണ്ടാവും, 10% അടിക്കുന്നുണ്ടാവും. ലോവർ സർക്യൂട്ട് അടിക്കുന്നതിന് ഒന്നിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ലോവർ സർക്യൂട്ട്, മേലിലോട്ട് പോയാൽ അപ്പർ സർക്യൂട്ട് എന്നിങ്ങനെയുള്ള പ്രോബബിലിറ്റി. അത് നമുക്ക് ഏറ്റവും മിഡ് ക്യാപ്പിലെ താഴത്തെ, അതായത് മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞിട്ടുള്ള കമ്പനീസിനുള്ളിൽ, അതുപോലെ സ്മോൾ ക്യാപ്പ് സെക്ടേഴ്സിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കാറുള്ളത്. അതിലിടുമ്പോഴുള്ള സംഭവം എന്ന് പറഞ്ഞാൽ റിസ്ക് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മുടെ ഗ്രൂപ്പിനകത്ത് എന്തായാലും റിസ്ക് ഞാൻ ഒരുപാട് എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. സോ ഈ ഗ്രൂപ്പിനുള്ളിൽ നിൽക്കുന്ന ഒരാളുടെ
പി ആൻഡ് എൽ എപ്പോഴും അറ്റ്ലീസ്റ്റ് എന്താണ് ഫ്ലാറ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ മേളിലായിരിക്കണം. എത്ര മേളിലായിരിക്കും എന്നുള്ളത് മാർക്കറ്റ് സ്ട്രക്ചറിനനുസരിച്ച്, അതായത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. മാർക്കറ്റ് ഈ ഇടയ്ക്ക് ഒരു ബുള്ളിഷ് റാലി വന്നു, അന്ന് നമ്മൾ കൊഫോർജ് ബുക്ക് ചെയ്തു, ഇൻഫി ബുക്ക് ചെയ്തു, ഏതാണ്ട് 1-2 സ്റ്റോക്സ് ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സോ തിരിച്ച് വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. സോ ഇനി അടുത്ത ഒരു സെറ്റിലേക്ക് നമുക്ക് വരാം. അത്യാവശ്യം കുറച്ച് സമയം ഞാൻ എടുത്തല്ല, 5 മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ. പക്ഷെ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇനി ഈ എൻ്റെ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കേൾക്കുന്ന വ്യക്തി, ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ഇൻട്രാഡേ ട്രേഡറിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് രണ്ട് പേർക്കും. ഒന്ന് സ്വിംഗ് ട്രേഡർ, രണ്ടാമത്തത് ഇൻട്രാഡേ ട്രേഡേഴ്സ്. ഈ രണ്ട് സിറ്റുവേഷനും ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ ഗ്രൂപ്പിനകത്ത് പകുതി പേരോളം സ്വിംഗ് ട്രേഡേഴ്സ് ആണ്. വളരെ ഒരു 30-40% ആൾക്കാർ ഇൻട്രാഡേ ട്രേഡേഴ്സ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യണം എന്ന് വിചാരിച്ചു. ഈ സ്വിംഗ് ട്രേഡറിൻ്റെ പൊസിഷൻ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് മേളിലേക്ക് കൊണ്ടുപോകാം. അത് നിങ്ങൾക്ക് ലോങ് ടേമിലത്തേക്ക് ഹോൾഡ് ചെയ്യാം. ബിക്കോസ് ഏറ്റവും നല്ല സ്റ്റോക്സ് ആയിരിക്കും, ഫണ്ടമെൻ്റലി ഗുഡായിരിക്കും, അതിൽ അത്യാവശ്യം നല്ല ഡിപ്പിലായിരിക്കും നമ്മൾ എൻട്രി എടുത്തിരിക്കുക. ബ്രേക്ക് എന്നില്ല, ഡിപ്പിലായിരിക്കും എടുത്തിരിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ലാഭം ഈ ബ്രേക്ക് ഔട്ടിലാണ് പെട്ടെന്ന് 5% അടിക്കുക, 4% അടിക്കുക, 10% അടിക്കുക. എന്നാൽ ഡിപ്പിൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ലോലി ആദ്യത്തെ ക്യാൻഡിൽസ് ചെറുതായിരിക്കും, കുറച്ചുകൂടെ വലിയ ക്യാൻഡിൽസ് ആയിരിക്കും. പിന്നീടാണ് 3-ാമത്തെ 4-ാമത്തെ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ബിഗ്ഗർ ക്യാൻഡിൽസ് പ്രകടമാകുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ചൂസ് ചെയ്യാം, നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഞാൻ കാണുന്ന നല്ല സ്റ്റോക്സിൽ ഐഡിയാസ് ഷെയർ ചെയ്യുകയാണ്. ആ ഐഡിയാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം, എന്നിട്ട് നിങ്ങളുടെ സ്വന്തം അനാലിസിസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് അത് മുന്നിലേക്ക് കൊണ്ടുപോകുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അതിൻ്റെ SLA, അതിൻ്റെ ടാർഗറ്റ്സ്, ഞാൻ എവിടെ ഇറങ്ങുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് എല്ലാ മണിക്കൂറിലും ചാറ്റ്സ് നടക്കുന്നുണ്ട്. സോ അതിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്ലൈസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതിനകത്ത് അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. കുറച്ച് വലുതാണെങ്കിലും മണ്ടയിലത്തെ വീഡിയോ നിങ്ങൾ കാണാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ഓക്കെ, അടുത്ത് നമ്മുടെ ചാർട്ടിലേക്ക് കുറച്ച് പെട്ടെന്ന് ഞാൻ അനാലിസിസ് ചെറുതാക്കി കൊണ്ടുവരാം. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയും ഇതൊരു നെഗറ്റീവ് ട്രെൻഡിൽ ഇങ്ങനെ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ഏരിയ എത്തിയപ്പോഴേക്കും ഇതൊരു ഫ്ലാറ്റ് ഏരിയയിലേക്ക് പോകുന്നുണ്ട്. സോ നമ്മുടെ മാർക്കറ്റ് ഇനി ഞാൻ വരയ്ക്കുന്നില്ല, ഇതൊരു സിമെട്രിക് ട്രയാങ്കിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ സിമെട്രിക് ട്രയാങ്കിൾ എന്തുകൊണ്ട് ഈ ഒരു ഏരിയ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് നിങ്ങൾ കാണുന്നുണ്ട്, ഇതൊരു വലിയൊരു ചാർട്ടിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. ഈ വരച്ചിരിക്കുന്ന ചാർട്ടിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ഈ ബോക്സിൻ്റെ തൊട്ട് മേളിലാണ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചാർട്ട് കൃത്യമായിട്ട് കാണണമെന്നില്ല, ബിക്കോസ് ഞാനൊരു ട്രേഡറാണ്, എനിക്ക് എല്ലാ ദിവസത്തെയും ട്രേഡിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ വരച്ചിട്ടിരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ബോക്സിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഇതിൻ്റെ അകത്താണ് നിൽക്കുന്നത്. സോ ഏത് ഡയറക്ഷനിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ ആദ്യത്തെ ലൈനായിട്ടുള്ള 25,600 മേളിൽ കയറിയാൽ ഇതിന് മേളിലേക്ക് പോയി 25,880 26,000 പോകാനുള്ള ഒരു ത്രെഷോൾഡ് അവിടെ കിട്ടും. ഇല്ല, ഇത് താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഈ റെസിസ്റ്റൻസിൻ്റെ താഴെ പൊക്കഴിഞ്ഞാൽ 25,400 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഏരിയ ആയിട്ടുള്ള ഓൾമോസ്റ്റ് 24,800 റേഞ്ചിലേക്ക് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 25,240 ഉണ്ട്, 25,100 ഉണ്ട്, 24,880 എന്നിങ്ങനെ ലെവൽസ് ഉണ്ട്. സോ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് ഏരിയയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു മൊമെൻറ്റം കണ്ടുപിടിക്കുക. ഇത് കയറി വന്ന് ഈ ലെവലിലേക്കാണ് വരുന്നതെങ്കിൽ ഇത് മേളിലേക്ക് കയറി പോകാനുള്ള പ്രഷർ വരുമ്പോൾ നിങ്ങൾ ആ ഡയറക്ഷനിൽ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക. ഇത് ഈ ഒരു ഏരിയയിലേക്കാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ എന്താണ്, നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ പ്ലാൻ അക്കോർഡിംഗ്ലി എന്നുള്ളൊരു സെറ്റപ്പാണ് അവിടെ നിൽക്കുക. ഞാൻ മോസ്റ്റ്ലി ഇപ്പോൾ പുതിയ ബാച്ചിൻ്റെ സ്റ്റുഡൻസൊക്കെ ആയപ്പോൾ ഞാൻ അതിൻ്റെ പറയുന്നത് കുറച്ച് അതിൻ്റെ സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്ന പരിപാടിയുടെ ഇടയിലൊക്കെ ആയപ്പോൾ എനിക്ക് രാവിലത്തെ ഇൻട്രാഡേ ട്രേഡ്സോ ഇല്ലെങ്കിൽ വൈകുന്നേരത്തെ കുറേ സമയങ്ങൾ എനിക്ക് മിസ്സായി പോകുന്നുണ്ട്. സോ അവിടെ സപ്പോർട്ട് മാക്സിമം ഞാൻ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്നെ ടാഗ് ചെയ്യുക, ഞാൻ അതിനുള്ള റിപ്ലൈ ഇട്ടിരിക്കാം. അപ്പോൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ടിരിക്കണം. ഈ ഒരു ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു കർവ് പൂർത്തിയാകും. ഇല്ല, ഇത് മേളിലേക്കാണ് വരുന്നതെങ്കിൽ ഇതിന് ഒരു ട്രെൻഡ്, ഇപ്പോൾ മേളിലോട്ട് ഇങ്ങനെ ഒരു ട്രെൻഡ് നിൽക്കുന്നുണ്ട് അല്ലേ, ഈ ഒരു ട്രെൻഡിൽ സപ്പോർട്ട് എടുത്ത് ഇത് കയറി പോകുന്നതായിട്ട് വരും. സോ ഇതിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് ട്രേഡ് ചെയ്യുക. ഈ ഒറ്റ കാര്യം കൂടെ പറയട്ടെ, ഇതൊരു സിമെട്രിക് ട്രയാങ്കിളാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാശ് കളയുന്നൊരു
പാറ്റേൺ ആണ്. നമ്മൾ 10ഓളം പാറ്റേൺസ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് പറയാറുണ്ട്. അതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളതാണ് ഇത്. ബിക്കോസ് മാർക്കറ്റിന് തന്നെ തീരുമാനമില്ല ഏത് ഡയറക്ഷനിൽ പോകണം എന്നുള്ളത്. ഇന്ന് മിക്കവാറും മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആവാനുള്ള സാധ്യതയായിരിക്കും. 25,500 റേഞ്ചിലുള്ള ഒരു ഓപ്പണിംഗ് തന്നെ ആയിരിക്കും ആവാൻ സാധ്യത. ഇതിൻ്റെ ഒരു പ്ലസ് ഓർ മൈനസ് ഒരു 40 എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുക. ആ ലെവലിൽ ട്രേഡ് ചെയ്യാൻ പോകരുത്. അതിന് മേളിലേക്ക് കയറി 25,550 മേളിൽ, ഇല്ലെങ്കിൽ 25,450 താഴെ, അല്ലെങ്കിൽ 460 താഴെ നിങ്ങൾ അതിനെ ആലോചിച്ചാൽ മതി. അതും ഫുൾ ക്വാണ്ടിറ്റിക്ക് ദയവ് ചെയ്ത് ട്രേഡ് ചെയ്യരുത്. ബിക്കോസ് മാർക്കറ്റ് തീരുമാനം എടുത്തിട്ടില്ല. മാർക്കറ്റിനൊരു ഡയറക്ഷനുള്ള സമയത്ത് ഫുൾ ക്വാണ്ടിറ്റിക്ക് ട്രേഡ് ചെയ്യും. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഇതുവരെ സെറ്റ് ആയിട്ടില്ല. സെറ്റ് ആകുന്ന ഒരു 15 അരമണിക്കൂറോളം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് പൊസിഷൻ ബിൽഡ് ചെയ്ത് നിങ്ങൾ അതിനകത്ത് ട്രേഡ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.